പ്രിയരെ, മറ്റൊരു തൊഴിലവസര വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ബാങ്ക് ബ്രാൻഡുകളിലൊന്നായ ഫെഡറൽ ബാങ്ക് ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 27, 2025 ഒരു സെൻറ്റർ ബേസ്ഡ് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാകും. അത് നവംബർ 16 ഇപ്പോൾ കുറച്ചു കാലമായി ബാങ്ക് പരീക്ഷകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്നാം നമ്പർ അവസരമാണ്. നമ്മളുടെ നാട്ടിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ബാങ്കിൽ പ്രവർത്തിക്കാനുള്ളൊരവസരം. തീർച്ചയായിട്ടും ഒരു ഓഫീസർ കാഡറിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അന്യ സംസ്ഥാനങ്ങളിൽ പോയി വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം. പക്ഷേ ഒരു സമയത്ത് നിങ്ങളുടെ ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് മാൻഡേറ്ററി വർക്കിംഗ് ഇയേഴ്സൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വന്ന് പ്രവർത്തിക്കാനും നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗഭാക്കായി തീരുവാനുള്ള ഒരു വമ്പൻ അവസരമാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം എ യൂണിവേഴ്സിറ്റി. Candidate must have aggregate marks of 60% all through their curriculum for class 10, class 12, graduation and post graduation, diploma, graduation or post graduation, all through 60% മാർക്കുള്ളവർക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാനാകുകയുള്ളൂ. ഇനി ഏജ് 27 വയസ്സ്. ആസ് ഓൺ ഷുഡ് ബി ബോൺ ഓൺ ഓർ ആഫ്റ്റർ 1/10/1998. 27 വയസ്സ് ആണ് അപ്പർ ഏജ് ലിമിറ്റ്. നിങ്ങൾക്ക് ബാങ്കിങ് എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടെങ്കിൽ, ഒരു കൊല്ലത്തെങ്കിലും മിനിമം ബാങ്കിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പർ ഏജ് ലിമിറ്റിൽ 1 വർഷത്തിൻ്റെ റിലാക്സേഷൻ കിട്ടും. അതായത് 27 എന്നുള്ളത് 28 ആകും. തീർച്ചയായിട്ടും മറ്റ് എലിജിബിൾ ക്രൈറ്റീരിയ എല്ലാം ഏവർക്കും അറിയാവുന്നതാണ്. യു മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇതൊക്കെയാണ്. സെലക്ഷൻ റൗണ്ട്സ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാകും, പിന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാകും. ബേസ്ഡ് ഓൺ ഓൺലൈൻ ടെസ്റ്റ് റിസൾട്ട്സ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാകും, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാകും. അതുപോലെ ബാങ്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മറ്റേത് സെലക്ഷൻ മെത്തഡും ഉണ്ടാകും. പക്ഷേ സംഭവിക്കാൻ പോകുന്ന ഇതാണ്: ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാകും, അത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാകും. ഇത് അവസാന നിമിഷം വരെ എല്ലാ എലിമിനേഷൻ ടെസ്റ്റുകളാണ്. റിട്ടൺ ടെസ്റ്റിൽ നല്ലതുപോലെ മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പ് ഡിസ്കഷൻ വിളിക്കും. ഗ്രൂപ്പ് ഡിസ്കഷനിൽ സെലക്റ്റഡ് ആവുന്നവരെ പേഴ്സണൽ ഇൻ്റർവ്യൂവിന് വിളിക്കും. അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഫൈനൽ സെലക്ഷൻ ഉണ്ടാകാൻ പോകുന്നത്. വിവിധ സെൻറ്ററുകളിലായിരിക്കും ഓൺലൈൻ ടെസ്റ്റുകൾ നടക്കാൻ പോകുന്നത്, ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കാൻ പോകുന്നത്. നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വലിയ ഒരു ചാൻസ് തന്നെയാണ്. ഇനി നമുക്ക് ഓൺലൈൻ ടെസ്റ്റിനെ കുറിച്ചൊന്ന് നോക്കാം. 100 ചോദ്യം, 100 മാർക്ക്, 75 മിനിറ്റ് അഥവാ 1.25 മണിക്കൂർ. വെർബൽ എബിലിറ്റി ഇംഗ്ലീഷ് ലാംഗ്വേജ് 20 ചോദ്യം, 20 മാർക്ക്. ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് 20 ചോദ്യം, 20 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ്/ന്യൂമറിക്കൽ എബിലിറ്റി 20 ചോദ്യം, 20 മാർക്ക്. ജനറൽ സോഷ്യോ ഇക്കണോമിക് ആൻഡ് ബാങ്കിങ് അവയർനെസ് 15 ചോദ്യം, 15 മാർക്ക്. കമ്പ്യൂട്ടർ അവയർനെസ് ആൻഡ് ഡിജിറ്റൽ ബാങ്കിങ് 15 ചോദ്യം, 15 മാർക്ക്. സെയിൽസ് ആപ്റ്റിറ്റ്യൂഡ് 10 ചോദ്യം, 10 മാർക്ക്. ഇങ്ങനെ 100 ചോദ്യത്തിന് 100 മാർക്കാണ്, 75 മിനിറ്റ്. നെഗറ്റീവ് ഉത്തരങ്ങൾക്ക്, തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. അത് 0.25 മാർക്സ് കുറയും. ഒരു ചോദ്യം ശരി ഉത്തരത്തിന് 1 മാർക്കാണെങ്കിൽ തെറ്റുത്തരത്തിന് 1/4 മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ നന്നായി പഠിക്കുക. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 27 എന്ന് കരുതി അവസാന നിമിഷം വരെ വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. ഏവർക്കും വിജയം വരട്ടെ, നല്ലത് വരട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.